ഗുരുയരണത്തിലേക്ക് സ്നേഹവന്ദനം. നമ്മൾ ഏർപ്പെടുന്ന പല കാര്യങ്ങളും ഒടുവിൽ നമ്മൾ രക്ഷിക്കാൻ വരാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ പ്രകാശിപ്പിച്ച പലരുടെയും പ്രകാശ നിമിത്തമായ നമ്മുടെ സാരോപദേശങ്ങൾ നമ്മുടെ രക്ഷയുടെ ആനപാത്രങ്ങളാവാത്ത എന്തുകൊണ്ടാണ്? ജീവിതത്തിലുടനീളം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയാണിത്. പള്ളിമണികളെ പോലെ എന്നൊക്കെ ഒരു ശൈലി പോലുമുണ്ട്. പലരുടെയും നിലനിൽപ്പ് അങ്ങനെയാണ്. പള്ളിമണികൾ അത് നെഗറ്റീവായ സെൻസിൽ തന്നെ ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. ഒരു ദേശത്തുള്ള മുഴുവൻ മനുഷ്യരെയും പള്ളിമുറ്റത്തേക്ക് കൊണ്ടുവരിക, പള്ളിക്കുള്ളിലേക്ക് സ്വാഗതം ചെയ്യുന്നതൊക്കെ ഈ മണികളാണ്. എന്നിട്ടും എത്ര കാലമായിട്ട് അതിങ്ങനെ പള്ളിക്ക് പുറത്താണ്. ഇത് കണക്ക് നമ്മൾ കാട്ടിക്കൊടുക്കുന്ന ഇടങ്ങളിലേക്ക് സ്നേഹത്തോടെ ആദരവോടെ നന്മയോടെ മനുഷ്യർ പ്രവേശിക്കുകയും നമ്മളാവട്ടെ പുറത്ത് കടക്കാനാവാതെ തലവനിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ദിവസന്ധികൾ ഉണ്ടായിക്കഴിഞ്ഞെന്നാൽ ഓർക്കുമ്പോൾ തന്നെ ആ പേടി വരുന്നൊരു വിചാരം ഇത്. കുഞ്ഞുങ്ങളോട് ക്ഷമയും നന്മയൊക്കെ പറഞ്ഞ് അവരെ വലുതാക്കിയിട്ട് വാർദ്ധക്യത്തിൽ നമ്മുടെ അസഹിഷ്ണുതകൾ, നമ്മുടെ ശാഠ്യങ്ങളൊക്കെ ആ കുഞ്ഞുങ്ങൾ സാക്ഷ്യം വഹിക്കുമ്പോൾ പള്ളിമണികളുടെ പാഠം ആവർത്തിക്കുക. നമ്മൾ കാട്ടിയ ലോകത്തിലേക്ക് ആ ചെറിയ മക്കൾ എന്തുമാത്രം പുറത്തും സ്നേഹിച്ചും മാപ്പ് കൊടുത്തുമൊക്കെ പോകുമ്പോൾ നമുക്കാവട്ടെ ആ സ്വന്തം ജീവിത പങ്കാളിയോട് പോലും പുറക്കാൻ പറ്റാത്ത വിധത്തിൽ എന്തുമാത്രം കയ്പാണ്. ഓരോരുത്തരുടെയും നിലനിൽപ്പുകൾ അവരെ എന്തുകൊണ്ടാണ് സഹായിക്കാത്തത്? പലപ്പോഴും നമുക്കൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ഏർപ്പെടുന്നു. പണ്ട് ഇങ്ങനെ സൺഡേ ക്ലാസ്സിൽ അധ്യാപകൻ കുഞ്ഞുങ്ങളോട് പറയുന്ന കണക്കാ, മക്കളെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഈ മറ്റുള്ളവർ പിന്നെ എന്തിനു വേണ്ടിയാണ്? അതുകൂടി പറഞ്ഞതാ. കേൾക്കുമ്പോൾ ഭംഗിയുള്ളൊരു കാര്യമാണ്. കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നു, വൈദ്യൻ ഇടവയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. ആട്ടെ, സ്വയം പ്രകാശിക്കാൻ നേരമില്ലാത്ത വിധത്തിൽ, സ്വയം ചില ബോധ്യങ്ങൾ എത്താൻ നേരമില്ലാത്ത വിധത്തിൽ, സ്വയം കണ്ണുപൂട്ടിയിരിക്കാൻ നേരമില്ലാത്ത വിധത്തിൽ ഇത്ര പ്രധാനപ്പെട്ടതാണോ ഈ ബാക്കിയുള്ളവർ? കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത്ര ഒരു ഭംഗിയില്ലാത്ത വിചാരമാണെങ്കിലും ഓരോരുത്തരും ആദ്യം പ്രകാശിപ്പിക്കേണ്ടത്, ആദ്യം കണ്ടെത്തേണ്ടത്, ആദ്യം സ്നേഹിക്കേണ്ടത് ഒക്കെ തങ്ങളെ തന്നെ. അതുകൊണ്ടാണല്ലോ യേശു പറഞ്ഞത്, നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക. ഒരുവൻ അവനെ സ്നേഹിക്കുന്ന, അവനെ ബഹുമാനിക്കുന്ന, അവനെ പ്രകാശിപ്പിക്കുന്ന മാനദണ്ഡം കൊണ്ട് മാത്രമേ അവനവൻ്റെ പരിസരത്തെ അളക്കാനാവൂ. പരിസരത്തിൻ്റെ ആ സർഗാത്മകതയിൽ, ഭാവാത്മകതയിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടാനാവും. പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് പൗലോസ് പറയുന്നത്, ആ സുവിശേഷം പ്രഘോഷിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം. കഴിഞ്ഞ ഒരു 10-18 വർഷമായിട്ട് സുവിശേഷ പ്രഘോഷത്തിൽ ഏർപ്പെടുന്നു ഉണ്ട്. ഞാൻ ചെറുതോ വലുതായ ചെറിയ കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷെ എൻ്റെ പ്രശ്നം ഇതാണ്, ഞാൻ പറഞ്ഞ സുവിശേഷം എൻ്റെ പരിസരത്തെ എന്തുമാത്രം സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സുഹൃത്തുക്കളുടെ വിത്തുകൾ അതിനകത്ത് നിന്ന് വീണിട്ടുണ്ടാകും. പക്ഷെ അതിനേക്കാൾ പ്രധാനമെന്ന് പറയുന്നത് ആ വാക്ക് ശ്രദ്ധിക്കണം, ആ സുവിശേഷം പ്രഘോഷിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം. ജീവിതകാലം മുഴുവൻ സുവിശേഷം പ്രഘോഷിച്ച ഒരു മനുഷ്യൻ പറയുന്നത്, അയാളുടെ ആബ്സെൻസ് കൊണ്ട്, അയാളുടെ ഏതെങ്കിലും തരത്തിലുള്ള സുവിശേഷത്തിനോടുള്ള വൈമുഖ്യം കൊണ്ട് ഭൂമിക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അയാൾ എന്നാ ചെയ്യും? ഇത്തരം ചില കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരം ചില വിചാരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ പറ്റുന്നത്. വല്ലപ്പോഴൊക്കെ ഇതിനൊന്ന് കണ്ണുപൂട്ടിയിരിക്കാൻ പറ്റുന്നത്. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഗൗരവമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ സെൽഫോൺ ഓഫ് ചെയ്തിടുന്നത്, ഇതൊക്കെ ഇതിനു വേണ്ടി തന്നെ, വാസ്തവത്തിൽ തന്നെയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കേൾവിക്കാരായല്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് വളരെ പേടിയുള്ളൊരു വാക്കുണ്ട്, സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ വാക്കുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ആ പ്രഭാഷണങ്ങൾക്ക് ശേഷമുള്ള ജീവിതം എങ്ങനെയാണ്? അതിങ്ങനെ നിശ്ചയമായിട്ട് നമ്മുടെ സമൂഹം വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഒരു വെയിറ്റിംഗ് ഷെഡിൽ ഇങ്ങനെ പിച്ചിമ്പയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പൈത്യക്കാരൻ പോലും അത് നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട്, ഏതൊരു ആനിമേഷനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട വാക്കാണ് ഈ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ വാക്ക്. പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മളേർപ്പെടുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മളെ സഹായിക്കാത്തത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ഒരു വിഷമം പിടിച്ച ഉദാഹരണം കൊണ്ട് മനസ്സിലാവും. ഉദാഹരണത്തിന് അമ്മമാർ കരുതുന്നുണ്ട് തങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തിരി സാക്രിഫൈസ് ചെയ്യുന്നു, ഒത്തിരി കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു, ഒത്തിരി സഹായിക്കുന്നു. ഒരു തർക്കമില്ലാത്ത വിഷയം അത്. എന്നാൽ പോലും ഒരു എതിർഭാഗത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾ അമ്മമാരെ സഹായിക്കുന്നില്ലേ? എൻ്റെ ഒരു സ്നേഹിതയ്ക്ക് 10 വർഷത്തിന് ശേഷം ആ കുട്ടി ഉണ്ടായത്.
അത്രയും വൈകി ഒരു കുഞ്ഞുണ്ടായത് കൊണ്ട് അവർ ആ കുഞ്ഞിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങി. ഒടുവിൽ ഒരു 9 മാസത്തിന് ശേഷം കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ പിറന്നത് ഒരു മരിച്ച കുഞ്ഞാണ്. വിഷമം പിടിച്ച ഉദാഹരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സ്റ്റിൽ ബോൺ, ചാപ്പിള്ള. പിന്നീട് കാണുമ്പോൾ അവൾ പറയുകയാണ്, ബോബി എൻ്റെ ചങ്കിൽ ഒരു അമ്മിക്കല്ലിരിക്കുന്നു. കഴിഞ്ഞ 9 മാസമായിട്ട് അവളുടെ നെഞ്ച് കുഞ്ഞിന് വേണ്ടി പരുവപ്പെടുകയായിരുന്നു, മൃദുലമാവുകയായിരുന്നു. ഇപ്പോൾ ഉണ്ണാനായിട്ട് കുഞ്ഞില്ല. അവളുടെ അകവും പുറവും ഒരേപോലെ കടുക്കുകയാണ്. ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മുടെ വീട്ടിലിട്ടിട്ട് മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലിക്ക് പോകുന്ന അനിയത്തി പെൺകുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഈ ചങ്കിൽ അമ്മിക്കല്ലിരിക്കുന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ അവൾക്കറിയാം, മുലയൂട്ടുന്ന അമ്മ കുഞ്ഞിനെ സഹായിക്കുക മാത്രമല്ല കുഞ്ഞമ്മയും സഹായിക്കുന്നുണ്ട്. റെസിപ്രോക്കൽ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു ഹെൽപ്പ്. പള്ളിയിൽ പാട്ടുപാടുന്ന ഒരു ഗായക സംഘത്തിൽപ്പെട്ട പെൺകുട്ടിയോ ആൺകുട്ടിയോ എടുക്കുക, നിശ്ചയമായിട്ടും അവർ പള്ളിയിലെ കർമ്മങ്ങളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രം പോലല്ലോ, കുറേ വർഷം ഈ പള്ളിയങ്കണത്തിൽ പാടി 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 അവരുടെ ജീവിതം പാട്ടാവണ്ടേ? നിങ്ങളുടെ അധ്യാപകനാണെങ്കിൽ റിട്ടയർ ചെയ്യുമ്പോഴും അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്താൽ മതിയോ? ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പരമപദം പോകട്ടെ. ടീച്ചറും ആ മാസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് നമുക്കറിയുകയും ചെയ്യാം. അല്ലെങ്കിൽ നിരന്തരം കൃഷിപ്പണി ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിന് കുറെ കൂടി മണ്ണിൻ്റെ പശ്ചിമ ഉണ്ടാവണ്ടേ, നനവുണ്ടാവണ്ടേ, ജീവിതം കുറച്ചുകൂടി ഇങ്ങനെ പച്ച ആവണ്ടേ? കെട്ടിടപ്പണിയിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് ബന്ധങ്ങൾ വിളക്കി യോജിപ്പിക്കുക, ബന്ധങ്ങൾക്ക് ചാന്ത് തേക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിതക്രമം ഉണ്ടാവണ്ടേ? നമ്മൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വാസ്തവത്തിൽ നമ്മളെയാണ് സഹായിക്കേണ്ടത്, ആത്യന്തികമായിട്ട് നമ്മളെ തന്നെ സഹായിക്കേണ്ടത്. എന്നിട്ടും അതിന് പറ്റാതെ നിൽക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ ചുറ്റിനും കാണുന്നുണ്ട്. വേദപുസ്തകത്തിൽ അത്തരം 2 സൂചനകൾ. ഒന്ന് പഴയ നിയമത്തിൽ നിന്ന് നമുക്കറിയാം, മോശ ആ ഒരു യാത്ര ആരംഭിക്കുമ്പോൾ, 40 വർഷത്തെ യാത്ര ആരംഭിക്കുമ്പോൾ മോശ പറയുന്ന കാനാൻ ദേശം എന്ന് പറയുന്ന സങ്കല്പത്തോട് ഒരു തരത്തിലും പൊരുത്തവോ അത് അയാളുടെ ഭാവന മാത്രം എന്ന് കരുതിയ ഒരാൾക്കൂട്ടമായിരുന്ന ആളുടെ ഒപ്പം നിരന്തരം അവർ കലഹിച്ചു, അല്ല ആർജവം ചോദ്യം ചെയ്തു, പെറുപെറുത്തു. എന്തിനാണ് ഈ മരുഭൂമിയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നെന്ന് ഈ മനുഷ്യനെ കുറ്റപ്പെടുത്തി. എന്നിട്ടും ആ ഒരു വംശത്തിൻ്റെ, ആ ഒരു ഗോത്രത്തിൻ്റെ സ്വപ്നങ്ങളെ ഈ മനുഷ്യനാണ് പച്ചപ്പോട് സൂക്ഷിച്ചത്. ഒരു ദേശമുണ്ട്, തേനും പാലും ഒഴുകുന്നൊരു ദേശം. ആ ദേശത്തിൻ്റെ മഹിമ പാടി, ആ ദേശത്തിൻ്റെ അടയാളങ്ങൾ പറഞ്ഞ് ഈ മനുഷ്യൻ ഇവരുടെ ആ വഴിയിൽ കളഞ്ഞു പോകാവുന്ന ആത്മവിശ്വാസത്തെ, ധൈര്യത്തെ ഒക്കെ ഇങ്ങനെ ബലപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. എന്നിട്ടോ 40 വർഷങ്ങളുടെ ഒടുവിൽ മോശ കാനാനിലേക്ക് പ്രവേശിച്ചില്ല. അയാളുടെ മനസ്സിൽ മാത്രം ഉണ്ടായിരുന്ന ദേശം, അയാൾ മാത്രം കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയ ഒരിടം, ആ ഇടത്തിലേക്ക് കാല് ചവിട്ടാനായിട്ട് ഇപ്പം മോശയ്ക്ക് അനുവാദമില്ല. പകരം ഒരു മലമുകളിൽ നിന്ന് അയാൾ ആ വാഗ്ദാനത്തിൻ്റെ ഭൂമി കാണുകയാണ്, തേനും പാലും ഒഴുകുന്ന അയാളുടെ സ്വപ്നഭൂമി കാണുകയാണ്. ഈ ഒരു ദുരന്ത കഥാപാത്രം കണക്ക് എനിക്ക് അനുഭവപ്പെടുന്ന ഒരു ബൈബിൾ മുഹൂർത്തം അത്. വല്ലാത്ത ദുരന്തം. നമ്മൾ കാട്ടിക്കൊണ്ടു പോകുന്ന ഇടങ്ങളിലേക്ക് നമ്മളൊഴികെ ബാക്കിയുള്ളവരും എല്ലാം പ്രവേശിക്കുന്നു. കഠിനമായ വിധിയല്ലേ? പുതിയ നിയമത്തിൽ അതിൻ്റെ അന്വേഷണങ്ങൾ ഉണ്ടാവുന്നത് യോഹന്നാനിലൂടെയാണ്. വളരെ കൃത്യമായിട്ട് യേശു എന്ന് പറയുന്ന വാഗ്ദാന ഭൂമിയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് യോഹന്നാന്. ആ പുതിയ വാക്കിൻ്റെ പാലും തേനും ഒഴുകുന്ന ആ ഒരു മഹത് ജീവിതം കാണിച്ചു കൊടുക്കുന്ന യോഹന്നാന്. ആൾക്കതിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ജ്ഞാനസ്നാന അവസരത്തിലാണ് യോർദാനിൽ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ജ്ഞാനസ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഊഴം കാത്തു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ആന്തരിക പ്രഭ കൃത്യമായിട്ട് യോഹന്നാൻ തിരിച്ചറിഞ്ഞു. അടുക്കലേക്ക് വന്നപ്പോൾ പറഞ്ഞു, നീ എന്തിനാണ് എന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നത്? ഞാൻ നിന്നിൽ നിന്ന് അത്രയും സ്നാനം സ്വീകരിക്കേണ്ടത്. അത്രയും കൃത്യമായിട്ട് യേശുവിനെ തിരിച്ചറിഞ്ഞ്, ഏതാൾക്കൂട്ടത്തിലും തിരിച്ചറിഞ്ഞ ഒരാൾ. അതുകൊണ്ടൊക്കെയാണല്ലോ യോഹന്നാന്റെ പ്രഭാഷണം പോലും അങ്ങനെയാണ്. അതാ നമ്മുടെ മധ്യമുണ്ടവൻ. നമ്മൾ പറയുന്ന, നമ്മൾ സ്വപ്നം കാണുന്ന ദൈവരാജ്യം നമ്മുടെ മധ്യമുണ്ട്. അത്രയും കൃത്യമായിട്ട് ഇങ്ങനെ യോഹന്നാൻ യേശുവിനെ തിരിച്ചറിഞ്ഞു. പിന്നീട് അയാൾക്ക് വേണ്ടി പ്രകൃതിയിലെ അടയാളങ്ങളൊക്കെ ഒരുക്കി. യേശുവിൻ്റെ മീതെ, ശിരസിന് മീതെ ഒരിട്ട് ജലം യോഹന്നാൻ ഇറ്റ് വീഴ്ത്തിച്ചപ്പോൾ ഒരു വെളരിപ്രാവ് അവൻ്റെ ശിരസിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അഗാധ ജ്ഞാനത്തിൻ്റെ, ശാന്തിയുടെ ഒക്കെ ഒരടയാളം കണക്ക്. അപ്പം അത്രയും നന്നായിട്ട് യോഹന്നാന് യേശുവിനെ തിരിച്ചറിഞ്ഞു, വ്യക്തമായിട്ട് മനസ്സിലായി. ആ ധാരണയിൽ നിന്നുകൊണ്ടായിരിക്കണം തൻ്റെ 2 ശിഷ്യന്മാരെ കൃത്യമായിട്ട് യേശുവിലേക്ക് അയാൾ പറഞ്ഞു വിടുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ ജ്ഞാനസ്നാന സംഭവങ്ങളൊന്നുമില്ല. ആ 1-ാം അധ്യായത്തിൽ നിന്ന് കാണുന്ന കാര്യം ഇതാണ്. ഒരു 4 മണി സമയത്ത്, ദിവസത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 10 മണി, എപ്പോഴും അതിൻ്റെ ഒരു സമയസങ്കല്പം 6 to 6.
വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ 10 മണി എന്ന് പറയുമ്പോൾ നമ്മുടെ 4 മണി സമയമാണ്. യേശു മരിക്കുന്നത് 9 മണി എന്ന അർത്ഥം. 9 മണി എന്നാണ് അതിൻ്റെ അർത്ഥം. 3 മണി സമയം. സമരിയാക്കാരി സ്ത്രീ വരുന്നത് 6-ാം മണിക്കൂറിൽ, അതിൻ്റെ അർത്ഥം നമ്മുടെ 12 മണി സമയം. ഈ ഒരു 10-ാം ഒരു സന്ധിയിൽ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. നല്ലതുപോലെ വേദം പഠിച്ച മക്കളോടാണ് അത് പറയുന്നത്. അവർക്ക് ആ വാക്കിൻ്റെ താക്കോല് കൃത്യമായിട്ട് വെളിപ്പെട്ട് കിട്ടി. അന്ന് അവർ യോഹന്നാനെ വിട്ട് യേശുവിലേക്ക് പോയതാണ്. അത്രയും കൃത്യമായിട്ട് യോഹന്നാനെ തിരിച്ചറിഞ്ഞ, അത്രയും ഭംഗിയായിട്ട് തൻ്റെ ശിഷ്യന്മാരെ യേശുവിലേക്ക് പറഞ്ഞയച്ച ആ യോഹന്നാന് ഒടുവിൽ എന്ത് സംഭവിക്കുന്നു? ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം എന്നെടുത്ത് വായിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ അയാൾ കാരാഗൃഹത്തിലാണ്. കാരാഗൃഹത്തിൽപ്പെട്ടൊരു മനുഷ്യന് അങ്ങനെ കുറേ ചിന്തിക്കേണ്ട ബാധ്യതയുണ്ട്. അയാൾക്ക് ആ കാരാഗൃഹത്തിൽ കുടിസുമുറിയില്ല. എപ്പോഴും ഓർമ്മിക്കണം, അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും അയാൾ കുടിസുമുറിയിലായിരുന്നിട്ടില്ല. കുടിസുമുറിയെന്നല്ല, മുറികളിലേ ആയിരുന്നിട്ടില്ല. ഇളം പ്രായം തൊട്ടേ ആ മരുഭൂമി വളർത്തിയ കുഞ്ഞാണ് യോഹന്നാൻ. അയാളുടെ കണ്ണിലിങ്ങനെ അതിരുകളില്ല, ഭിത്തികളില്ല, മേൽക്കൂരയില്ല. ഇങ്ങനെ വിശാലമായ മണൽ ഭൂമിയും ശിരസിന് മീതെയുള്ള നീലാകാശവും മാത്രം കണ്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം ഒരു നിലവറയിൽ കുരുക്കപ്പെടുക എന്ന് പറയുന്നതിൻ്റെ ആ ഫിലോസഫിക്കലായ ഒരു പെയിനുണ്ട്. ഒരു താത്വികമായ പ്രതിസന്ധികളുണ്ട്. അയാളുടെ ലോകം ഇങ്ങനെ ചുരുങ്ങിയ, അത്രയും ലോകം ചുരുങ്ങി നിൽക്കുമ്പോൾ അയാൾക്ക് പലതിനെയും ഇങ്ങനെ റീഅസസ് ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്. പലതിനെ ഒന്നുകൂടി പുനർനിർവചിക്കേണ്ട ബാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ട് ആ കുടിസുമുറിയിൽ കിടക്കുമ്പോഴൊക്കെ അയാൾ ഓർമ്മിച്ചിരുന്നത് യേശുവിനെ കുറിച്ചായിരിക്കണം. യേശു എന്ത് ചെയ്യുന്നതിനെക്കുറിച്ച് ഈ മനുഷ്യൻ പിന്നീട് നിരീക്ഷിക്കുന്നുണ്ട്. യേശുവിൻ്റെ ചലനങ്ങൾ, യേശുവിൻ്റെ ഭാവങ്ങൾ ഒക്കെ അയാളുടെ അടുക്കൽ വന്ന് പറയാനായിട്ട് ഇപ്പോഴും യോഹന്നാന് ശിഷ്യന്മാരുണ്ട്. പക്ഷേ അടുത്ത കാലത്തായിട്ട് യേശുവിനെ കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ യോഹന്നാനെ വല്ലാത്ത ആശങ്കഭരിതനാക്കുന്നു. അയാളുടെ മനസ്സിലേക്ക് ഒരു വിഷമം വരികയാണ്, വരുവാനുള്ളവൻ ഇവൻ തന്നെയാണ്. വളരെ ഭംഗിയായിട്ട് യേശുവിൻ്റെ പാദങ്ങളിലേക്ക് തൻ്റെ ജീവിതം സമർപ്പിച്ചൊരു മനുഷ്യൻ. അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണമെന്ന് പറഞ്ഞ് രംഗം കാലിയാക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന മനുഷ്യൻ. ഇപ്പോൾ അയാളുടെ ഉള്ളിലേക്ക് ഒരു സന്ദേഹം വന്ന് വീഴുകയാണ്, വരുവാനുള്ളവൻ നീ തന്നെയോ? എന്തായിരിക്കും ഈ ഒരു പ്രകോപനത്തിന്, ഇത്തരമൊരു പ്രതികരണമാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നതായിരിക്കും കുറെ കൂടി ഭംഗി, ഇത്തരമൊരു പ്രതികരണത്തിന് കാരണം? എന്നും വേദശാസ്ത്രം വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെ, എക്സൈറ്റിക്കലായിട്ട് പഠിക്കുന്നവരെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന ഒരു വിചാരമാണിത്. യോഹന്നാൻ എന്തുകൊണ്ട് യേശുവിൽ സംശയിച്ചു? വളരെ സില്ലിയായ ചില റീസണിങ് ഒക്കെ ഉണ്ട്. അതിങ്ങനെയാണ്. ഇപ്പോഴും കുറേ പേര് യോഹന്നാനോടൊപ്പം പറ്റി നിൽപ്പുണ്ട്. യേശുവിൻ്റെ ആ വരവിനെ, അവൻ്റെ ഭംഗിയോ അതിന് അനന്യത തിരിച്ചറിയാതെ യോഹന്നാൻ എന്ന് പറയുന്ന ഗുരുവിൻ്റെ ആ പാഠങ്ങളെ വിട്ടു പോകാനായിട്ട് താല്പര്യമില്ലാത്ത, പുതിയതിനെ ഒന്നും സ്വീകരിക്കാനായിട്ട് താല്പര്യമില്ലാത്ത മനസ്സുള്ള ഒരു പറ്റം മനുഷ്യർ എപ്പോഴും ഭൂമിയിലുണ്ടാകും. അവരിപ്പോഴും യോഹന്നാനോട് ചേർന്ന് നിൽക്കുകയാണ്. വളരെ ശക്തമായ യോഹന്നാൻ സമൂഹങ്ങൾ ആ ഇടങ്ങളിലൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നൊക്കെ ഉള്ള പഠനങ്ങളുണ്ട്. അപ്പം ഒരുപക്ഷെ അവരെ കൂടി ഇങ്ങനെ യേശുവിലേക്ക് നയിക്കാനായിട്ട് ഈ മനുഷ്യൻ കണ്ടെത്തിയ ഉപായമായിരിക്കണം ചെന്ന് പറയുക, ചെന്ന് ചോദിക്കുക, വരുവാനുള്ളോ നീ തന്നെയോ അല്ലയോ? അത് കുറച്ചൊരു സില്ലിയായ ഒരു വ്യാഖ്യാനമാണ് തോന്നുന്നു. ഒരുപക്ഷെ കുറച്ചുകൂടി ശരിയെന്ന് തോന്നാവുന്ന ഒരു കാരണം ഇതാണ്. യോഹന്നാന്റെ ദൈവസങ്കല്പത്തെ ആ ക്രിസ്തു വല്ലാതെ കീഴ്മേൽ മറിക്കുക. യോഹന്നാൻ പറഞ്ഞുകൊണ്ടിരുന്ന ദൈവം എന്ന് പറയുന്നത് വിധിയാളായ ദൈവം. ഒരാൾ വരുന്നുണ്ട്, അയാളുടെ കയ്യിൽ വീശുമുറവുണ്ട്, മഴുവുണ്ട്. എന്നിട്ടോ യേശു വരുമ്പോഴേക്കും യോഹന്നാൻ ശ്രദ്ധിച്ചു, ഈ മനുഷ്യന്റെ കയ്യിൽ വീശുമുറവില്ല, മഴുവില്ല. അയാളിങ്ങനെ എല്ലാ മീനുകളും കൂടി ശേഖരിക്കുന്ന വലയെക്കുറിച്ചാണ് പറയുന്നത്. സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാ മീനും കൂടി ശേഖരിക്കുന്ന വല, അല്ലെങ്കിൽ അയാളുടെ കൈവശം മഴുവെന്ന് പറയുന്ന പ്രശ്നമേ ഇല്ല. ഫലം നൽകാത്ത എല്ലാ വൃക്ഷങ്ങളുടെ മീതെയും കോടാലി വെക്കപ്പെടുമെന്നുള്ള അഗ്നിക്കാറ്റുള്ള വചനമായിരുന്നു യോഹന്നാൻ്റെത്. പക്ഷെ അയാളുടെ സാഹചര്യങ്ങൾ അയാളുടെ ദൈവവീക്ഷണത്തെ ഇത്രയും പരുക്കനാക്കിയതായിരിക്കും, ഇത്ര ഈർപ്പമില്ലാതാക്കിയതാവും. മരുഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ. പലപ്പോഴും നമ്മുടെ പരിസരങ്ങൾ നമ്മളെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ആ മരുഭൂമിയിൽ ജീവിച്ചൊരു മനുഷ്യന് ഇങ്ങനെ ഊഷരമായ ബിംബങ്ങൾ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റൂ. ചൂടുള്ള പൊള്ളുന്ന ബിംബങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഒരു ഉദാഹരണത്തിനായിട്ട് തൻ്റെ അടുക്കിലേക്ക് വരുന്ന മനുഷ്യരെ അയാൾ അഭിസംബോധന ചെയ്യുന്ന വാക്കിങ്ങനെയാണ്, അണലി സന്തതികളെ. അതൊരു ഇങ്ങനെ നിന്ന ഉള്ളൊരു വാക്കെന്നല്ല പറയുന്നത്, ഒരു അപമാനത്തെ
ദൈവത്തിന് അല്ലെങ്കിൽ അപഹസിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കല്ലെന്നാണ് പറയുക. കാരണം അയാൾ കണ്ടുള്ളൊരു കാഴ്ചയുണ്ട്. വല്ലപ്പോഴുമൊക്കെ ഈ മരുഭൂമിയിൽ തീ ഉണ്ടാവും. ഇങ്ങനെ ഒരു കരിയിലകൾ ഇങ്ങനെ തീക്കലിന് വേണ്ടി കാത്തു കിടക്കുക. ഒരു ചെറിയൊരു വൃക്ഷം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ആളിക്കത്തും. നോക്കി നിൽക്കുമ്പോഴേക്കിങ്ങനെ പെട്രോൾ ഇട്ട് കത്തിക്കുന്ന കണക്കാണ് ഇതിങ്ങനെ ആളിപ്പോകുന്നത്. ഈ തീ ഇങ്ങനെ ആളിപ്പോകുമ്പോൾ താഴെ മണൽത്തിട്ടയുണ്ട്. ആ മണൽത്തിട്ടയ്ക്കുള്ളിലായിട്ട് സകലമാന ജീവജാലങ്ങളുണ്ട്, സകലമാന ക്ഷുദ്രജീവികളുണ്ട്. മേൽത്തട്ടിൽ ഈ ചൂട് തട്ടുമ്പോഴേക്കും ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് പുറത്തേക്ക് ചാടും. അതിനെക്കുറിച്ച് മരുഭൂമിയെക്കുറിച്ച് പഠിക്കുന്നവർ ചിലർ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു കറുത്ത പുഴ ഒഴുകുന്ന കണക്കാണ് ഈ ക്ഷുദ്രജീവികളെല്ലാം കൂടി പുറത്തേക്ക് വരാമെന്ന് പറയുന്നത്. അത്ര ഒരു ബ്ലാക്ക് സ്ട്രീം അത്രയും കൃത്യമായിട്ടാണ് ഇത്. ഇപ്പം മരുഭൂമിയിൽ തന്നെ കണക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളെ തേടി ഇത്രയും പേര് വരുമ്പോഴേക്കും യോഹന്നാന്റെ മനസ്സിലേക്ക് വരുന്ന ബിംബം അതാണ്, ആ മേൽത്തട്ടിലെവിടെ ചൂട് തട്ടിയിട്ടുണ്ട്. ഇനി മനുഷ്യർക്ക് അവരെ ഒളിയിടങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാതിരിക്കാനാവില്ല. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഈ ദൈവസ്നേഹത്തിന്റെ ഒരു ചൂട് തട്ടുമ്പോഴാണ് മനുഷ്യർ അവർ പാർത്തിരുന്ന ഒളിച്ചിരുന്ന ഇടങ്ങളിൽക്കകത്തുനിന്ന് ഇങ്ങനെ സ്വമേധയ പുറത്തു വരിക, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. പക്ഷെ അത് പറയുമ്പോൾ പോലും ഇയാൾ ഉപയോഗിക്കുന്ന ബിംബങ്ങളെന്ന് പറയുന്നത് വളരെ പരുക്കൻ ബിംബങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ച കണക്ക് നനവില്ലാത്ത ബിംബങ്ങളാണ്. അപ്പൊ അയാളുടെ മനസ്സിൽ ദൈവസങ്കല്പം എന്ന് പറയുന്നത് കുറെ കൂടി കാർക്കശ്യമുള്ള വിധിയാളായ ഒക്കെ. എന്നാൽ യേശുവിന്റെ കൈവശം നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ് മഴുവില്ല. യേശു പറഞ്ഞ കഥ പോലും യോഹന്നാനെ അമ്പരപ്പിച്ചിട്ടുണ്ടാവും. കാരണം സ്വാഭാവികമായിട്ട് യേശു എന്താണ് പറയുന്നത് അറിയാനായിട്ടുള്ള ആഗ്രഹം ഇയാൾക്കുണ്ടാവും. രണ്ടുപേർക്കും ഇടയിൽ പാലമായിട്ട് കുറച്ച് മനുഷ്യരുണ്ടാവും. എന്താണ് ഈ പുതിയ ചെറുപ്പക്കാരൻ പറയുന്നത്, എന്താണ് ഈ മരപ്പണിക്കാരൻ പറയുന്നതിനെ കുറിച്ച് ഇയാൾ അന്വേഷിച്ചിട്ടുണ്ടാവും. അപ്പൊ പറയുന്ന കഥകൾ എന്തൊക്കെയാണ്? ഒരു വൃക്ഷം അത് കായ്ച്ചിട്ടില്ല, അതിന്റെ യജമാനൻ അതിനെ വെട്ടി നശിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കാര്യസ്ഥൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, പാടില്ല, ഞാൻ കുറച്ചുകൂടി വെള്ളവും വളവും പരിചരണമൊക്കെ കൊടുക്കാം, നമുക്കതിനെ കായ്ക്കുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ആ ശിക്ഷയുടെ ഒരു മഴുവിനെ തട്ടിമാറ്റുന്ന ഒരു ദൈവസങ്കല്പം സ്വാഭാവികമായിട്ട് അത് യോഹന്നാന്റെ ദൈവസങ്കല്പവുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. ഇത്രയും കരുണ മാനവരാശി അർഹിക്കുന്നുണ്ടെന്ന് എത്ര വിചാരിച്ചിട്ട് യോഹന്നാന് മനസ്സിലാവുന്നില്ല. അത്രയും കരുണ അർഹിക്കുന്നുണ്ടെങ്കിൽ താൻ പറഞ്ഞ നീതിമാനായ ദൈവം എവിടെ? യേശു ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നല്ല. യേശു ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ പോലും നമുക്കറിയാം, ജീവിതകാലം മുഴുവൻ ഇത്തരം ചില പ്രചോദനങ്ങൾക്ക് ഈ മറുതലിച്ചവർക്ക് മാത്രം പറയുന്ന അല്ലെങ്കിൽ മാത്രമായിട്ട് കരുതി വെച്ചിരുന്ന ശിക്ഷ അവസാനം വരെ ശരീരത്തിൽ ഉയരിടത്തോളം കാലം ഒരാൾക്ക് രക്ഷയിലേക്കും മാനസാന്തരത്തിലേക്കും വരാമെന്ന് യേശു പറഞ്ഞു, പഠിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ 1-ാം മണിക്കൂറിൽ വന്നവനും 11-ാം മണിക്കൂറിൽ വന്നവനും ഒരേ താലന്ത് ഒരേ ധനാറ കൊടുത്തെന്ന് പറഞ്ഞ കഥ യേശു പറഞ്ഞു. 1-ാം മണിക്കൂർ എന്ന് പറയുന്നത് രാവിലെ 6 മണി സമയം, 11-ാം മണിക്കൂർ വൈകുന്നേരം 5 മണി സമയം. എന്നിട്ട് ഈ 2 മണിക്കൂറിൽ വന്ന പണിക്കാർക്കും സന്ധ്യയാകുമ്പോൾ അവരെ കൈവെള്ളയിലോട്ട് വെച്ചു കൊടുക്കുന്നത് ഒരേ ധനാറയെ, ഒരേ രക്ഷയുടെ ധനാറയെ. അതുകൊണ്ട് ഇത്തരം കഥകൾ വാസ്തവത്തിൽ യോഹന്നാനെ അലട്ടുന്നുണ്ട്. ആ കഥയ്ക്ക് പൂർത്തീകരണം നിലയിൽ പിന്നീട് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, കണ്ണു പൂട്ടുന്നതിനേക്കാളും കൂടെയുള്ള തൂക്കിലേറ്റപ്പെട്ട ഒരു മനുഷ്യൻ പറഞ്ഞു, നിന്റെ മോക്ഷത്തിന് എനിക്ക് ഇടം തരണം. യേശു പറഞ്ഞു, എന്നോടൊപ്പം മോക്ഷത്തിലുണ്ടായിരിക്കും. ഇങ്ങനെ അവസാന നിമിഷം വരെ മനുഷ്യന് ദൈവത്തിന്റെ പ്രചോദനങ്ങൾക്ക് ഭംഗിയായിട്ട് ഉത്തരം കൊടുക്കാമെന്ന്, ഭാവാത്മകമായിട്ട് പ്രതികരിക്കാമെന്ന ഒരു വിശ്വാസമുള്ളത് കൊണ്ട് യേശു പറഞ്ഞ മുഴുവൻ കഥകളും തന്നെ ഈ കരുണയുടെ കഥകളായിരുന്നു. ഈ കരുണയുടെ കഥകൾ യോഹന്നാനെ അലട്ടുകയാണ്. അങ്ങനെയെങ്കിൽ അയാൾക്ക് ഇപ്പോൾ ഒരു ഉറപ്പ് ആവശ്യമുണ്ട്, ഈ ശരിക്കും വരുവാനുള്ളവൻ തന്നെയാണോ? അങ്ങനെയെങ്കിൽ എവിടെ നിന്റെ വീശുമുറം, എവിടെ നിന്റെ മഴു? യേശു ആവട്ടെ വളരെ അനുഭാവപൂർവമാണ് ഈ ചോദ്യത്തെ പരിഗണിക്കുന്നത്. യേശു പറഞ്ഞു, ചെന്ന് പറയുക യോഹന്നാനോട്, മുടന്തർക്ക് നൃത്തമുണ്ട്, അന്ധന് കാഴ്ചയുടെ ഉത്സവമുണ്ട്, ബധിരന് സംഗീതമുണ്ട്, വിശക്കുന്നവന് അപ്പമുണ്ട്, പാപിക്ക് വിടുതലുണ്ട്, ദരിദ്രന് സുവിശേഷമുണ്ട്. എന്താ എൻ്റെ അർത്ഥം? യേശു ഈ കാര്യങ്ങളെ ഒന്നുകൂടി അസേർട്ട് ചെയ്യുക. അതിനകത്ത് ഒരു വ്യത്യാസവും വരുത്താതെ താൻ പറഞ്ഞ കരുണയുടെ പാഠങ്ങൾക്കകത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ യേശു പറഞ്ഞു, കരുണയുടെ അടയാളങ്ങളൂടെ ആയിരിക്കും ആ പുതിയ ദൈവരാജ്യ സങ്കല്പം വാഴ്ത്തപ്പെടാൻ പോവുക. പുതിയ ദൈവരാജ്യ സങ്കല്പത്തിന്റെ ആഘോഷം ആരംഭിക്കാൻ പോകുന്ന അങ്ങനെയാണ്. യോഹന്നാന്റെ ദൈവം വിധിയാള, യേശു പറയുന്ന ദൈവമാവട്ടെ മണവാളന. മണവാളനുള്ളപ്പോൾ മനുഷ്യരെന്നും ആനന്ദത്തിലായിരിക്കണം, അവർക്ക് ഉപവസിക്കേണ്ട പോലും കാര്യമില്ലെന്നൊക്കെ യേശു പറയുന്നത് ഈ പുതിയ ദൈവരാജ്യ അനുഭവത്തിന്റെ ആനന്ദം കൊണ്ടാണ്. ആനന്ദഭരിതമുള്ള ഈ കൽപ്പനകളിലേക്ക് ജീവിതത്തെ ചുരുക്കാത്ത വലിയ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആ പുതുവീഞ്ഞിനെ സ്വീകരിക്കാൻ പറ്റിയ തോൽക്കുടമായിരുന്നില്ലേ യോഹന്നാൻ? യോഹന്നാൻ കാർക്കശ്യത്തിന്റെ നിയമത്തിന്റെ ഒരു തോൽക്കുടമായിരുന്നു. ആ തോൽക്കുടത്തിൽ യേശു വെച്ച് നീട്ടിയ
ആ കരുണയുടെ വീഞ്ഞ് അത്രയും സ്വീകരിക്കാനായിട്ട് അയാൾക്ക് ബലമില്ലായിരുന്നു. എന്നിട്ടോ ഇവർ മടങ്ങിപ്പോകുമ്പോൾ യോഹന്നാനെക്കുറിച്ച് യേശു പറയുന്നൊരു സാക്ഷ്യമുണ്ട്. യേശു ഒരു തരത്തിലും യോഹന്നാനെ അപഹസിക്കുന്നില്ല. മറിച്ച് യോഹന്നാനെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് പിറന്നവല്ല ഇവനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല. അങ്ങനെയെങ്കിൽ യോഹന്നാനെ കണക്ക് ഒരാൾ മുമ്പുണ്ടായിരുന്നില്ല, വരും കാലങ്ങളിൽ ഉണ്ടാവില്ല, ഇപ്പം ഇല്ല. ദൈവത്തിന് വർത്തമാനകാലം മാത്രമേ ഉള്ളൂ നമുക്കറിയാം. ആ വർത്തമാനകാലത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ കാണുന്ന ഒരാളുടെ യോഹന്നാനെക്കുറിച്ചുള്ള സാക്ഷ്യം ഇതാണ്: സ്ത്രീകളിൽ നിന്ന് പിറന്നവല്ല ഇവനേക്കാൾ വലിയവനില്ല. ആത്മാർത്ഥത ഉള്ള മനുഷ്യരിൽ നിന്ന് സംഭവിക്കുന്ന സന്ദേഹങ്ങൾക്ക്, തർക്കങ്ങൾക്കകത്തൊക്കെ ഭംഗിയുണ്ടെന്ന് ഒരു സാക്ഷ്യമായിട്ട് ആ വാക്ക് അങ്ങനെ നിൽക്കട്ടെ. എന്നിട്ടോ യേശു കൂട്ടിച്ചേർക്കുന്നൊരു വാക്ക് നമുക്ക് വേണ്ടിയാണ്: എങ്കിലും എന്നിടറാത്തവർ ഭാഗ്യവാന്മാർ. ഇടറുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു വഴിയിൽ നിന്ന് പതുക്കെ ഇങ്ങനെ മാറിപ്പോകാന്നുള്ള. യേശു ഭൂമിക്ക് വെച്ച് നീട്ടിയ കരുണയുടെ, സ്നേഹത്തിൻ്റെ, സഹാനുഭൂതിയുടെ ഒക്കെ വഴിയിൽ നിന്ന് നമ്മൾ ഇടറിപ്പോവുകയാണ്. നമ്മുടെ വാക്കുകൾക്കകത്ത് പോലും നമ്മൾ ഇടറിപ്പോകുന്നതായിട്ട് സൂചനയുണ്ട്. എങ്ങനെയായിരിക്കണം അവനെ നമ്മൾ കണ്ടെത്തേണ്ടത്? ഒരു 40 ദിവസങ്ങൾ നമ്മളിങ്ങനെ കുറേ കൂടി ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തെ ആഴപ്പെടുത്താൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഓരോരുത്തരും അവരവരുടെ പരിസരങ്ങളെ കുറേ കൂടി ഭാവാത്മകമായിട്ട് സഹായിക്കുക, അതിൻ്റെ രോഗാതുരതയ്ക്ക് ശമനം കൊടുക്കുക, ഔഷധമാവുക. ഓരോരുത്തർക്കും വേണമെങ്കിൽ ഈ അന്ധൻ്റെ കാഴ്ചയാവാൻ പറ്റും, ഉടൻ തന്നെ നൃത്തമാകാൻ പറ്റും, ദരിദ്രൻ്റെ അപ്പമാകാൻ പറ്റും, അവൻ്റെ സുവിശേഷമാകാൻ പറ്റും. അങ്ങനെ ഉള്ള അടയാളങ്ങളിലൂടെ വേണ്ട ക്രിസ്തു ആഘോഷിക്കപ്പെടേണ്ടത്, ക്രിസ്തു തിരിച്ചറിയപ്പെടേണ്ടത്. എന്നിട്ടോ അവസാനത്തിൽ കുഞ്ഞു വരി കൂടിയുണ്ട്. അതിങ്ങനെയാണ്: യോഹന്നാൻ സ്ത്രീകളെന്ന് പറഞ്ഞവൽ വലിയവൻ തന്നെ, എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും ഇവനേക്കാൾ വലിയവനാണ്. മനുഷ്യരുടെ സങ്കല്പങ്ങളിൽ യോഹന്നാനേക്കാൾ വലിയവൻ ഒരാൾ പാടില്ല. അത്രയും ഉന്നതശിഷ്ടനായൊരു മനുഷ്യനാണ്. എന്നാൽ യേശു വെച്ച് നീട്ടുന്ന ആ ദൈവരാജ്യം എന്ന് പറയുന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാന മാനദണ്ഡം തന്നെ കരുണയാണ്. ഇപ്പം എന്ത് നീതിയിൽ ജീവിക്കുന്ന, എന്ത് അച്ചട്ടായിട്ട് ജീവിക്കുന്ന, എന്ത് ധാർമ്മികതയിൽ ജീവിക്കുന്ന മനുഷ്യരും ആ കരുണയുടെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചില്ലെങ്കിൽ നിശ്ചയമായിട്ടും ഒരു കുറിയ മനുഷ്യർ തന്നെയാണ്. യോഹന്നാന് പോലും മാനസാന്തരം ആവശ്യമുണ്ടെന്ന് ക്രിസ്തു പറയുമ്പോൾ നമുക്ക് അത് എത്രമാത്രം ആവശ്യമുണ്ടാകും? നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചലനങ്ങളൊക്കെ ഒടുവിൽ നമ്മൾ രക്ഷിക്കാനുണ്ടാവണമേ. ആമേൻ. ജീവിതം പ്രഭാമയം സന്നിധാനം, തമോന്മുഖം ജീവിതം പ്രഭാമയം